എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഗ്ലോ അപ്പ് വിത്ത് സാൻഡി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയർ ടിപ്സാണ്. ഓക്കെ, അപ്പോൾ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സ്കിൻ കെയർ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഞങ്ങളുടെ സ്കിൻ ടൈപ്പിനെ കുറിച്ചാണ്. ഓക്കെ, ചിലർക്ക് നോർമൽ സ്കിന്ന്, പിന്നെ ചിലർക്ക് എക്സ്ട്രാ ഡ്രൈ സ്കിന്ന്, പിന്നെ ഡ്രൈ സ്കിന്നുണ്ടാവും, പിന്നെ സെൻസിറ്റീവ് സ്കിന്നുണ്ടാവും, പിന്നെ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നെന്ന് പറയും അത്, പിന്നെ കോമ്പിനേഷൻ സ്കിന്നെന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൻ ടൈപ്സാണ് ഉള്ളത് ഞങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ രീതിയിലനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യം ഞാൻ പറയാം, നോർമൽ ആയിട്ടുള്ള ഒരു സ്കിന്നെന്ന് വെച്ചാൽ അത് എന്തുപയോഗിച്ചാലും അത് സ്കിന്ന് അബ്സർവ് ചെയ്യും. അതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത് നോർമൽ സ്കിന്നിൻ്റെ. പിന്നെ എപ്പോഴും നന്നായി ഹൈഡ്രേറ്റായിട്ട് വെക്കുക. ഏത് സ്കിൻ ടൈപ്പായാലും ശരി, ഹൈഡ്രേറ്റ് ചെയ്തിട്ട് വെക്കുക. ഓക്കെ, വെള്ളം കുടിക്കുന്നോളം ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഉള്ളിലത്തെ സ്കിന്നിലത്തെ സെൽസൊക്കെ ഫ്രഷ് ഉണ്ടാവും, പിന്നെ അതൊരു യങ് ലുക്ക് വരും. ഇപ്പോൾ ഞാൻ പറയുന്നില്ല, ഇപ്പോൾ വെള്ളം കുടിച്ചതും നിങ്ങളൊരു 20 വയസ്സ് കുറയും, അങ്ങനെയല്ല പറയുന്നത്. വെള്ളം കുടിക്കുന്നതിലൂടെ എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ സ്കിൻ ടെക്സ്ചറിൻ്റെ ആ ഒരു കളറ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരും. അതിനെ ഒരു സോഫ്റ്റ് ആൻഡ് സപ്പിൾ എന്ന് പറയും. ആ സോഫ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തതായി പറയാനുള്ളത് ഡ്രൈ സ്കിന്നാണ്. എക്സ്ട്രാ ഡ്രൈ സ്കിൻ, പിന്നെ ഡ്രൈ സ്കിൻ, അത് രണ്ടും എന്താണെന്ന് വെച്ചാൽ ഒരുപാടൊന്നും വെയിലൊന്നും കൊള്ളാതിരിക്കുക. പറഞ്ഞ ടോട്ടലി അവോയ്ഡ് എന്നല്ല പറയണ, ആ ഒരു രീതിയിൽ. അതായത് ഡ്രൈ സ്കിന്നിന് കിട്ടുന്ന ക്രീംസ്, പിന്നെ എക്സ്ട്രാ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു കെയർ, അതായത് നമ്മൾ ലിപ്പ് കെയർ ഒക്കെ ചെയ്യുമല്ലോ, അത് തൊലിയായി ഒക്കെ കണ്ടാൽ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ലിപ്പ് ബാം ഇട്ടിട്ട്, ഇല്ലെങ്കിൽ ലിപ്പ് ഓയിൽ, ലിപ്പ് സ്ക്രബൊക്കെ ചെയ്യാറുണ്ട്. ഒരു വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ തന്നെയാണ് സ്കിൻ കെയർ ചെയ്യേണ്ടത് നിങ്ങൾക്ക്. ഡ്രൈ സ്കിൻ എന്ന് എടുക്കുമ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ നന്നായി വെള്ളം കുടിക്കണം ആദ്യമായിട്ട്, പിന്നെ 2 നേരം നന്നായി ഇത് ഫേസ് വാഷ് ചെയ്തെടുക്കണം. തീരെ ഇങ്ങനെ ഇട്ട് തേക്കുകയല്ല, എക്സ്ഫോലിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മൈൽഡായിട്ടുള്ള ഒരു സോപ്പ് വെച്ചിട്ട് വേണം നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ ഫേസ് വാഷ് മൈൽഡായിട്ടുള്ളത് ഉപയോഗിക്കുക. അതായത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് വാഷ് വേണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ. ഓക്കെ, മോയ്സ്ചറൈസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളതാണ് ഞങ്ങൾ കണ്ടെത്തേണ്ടത്, അതിൽ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റീവ് ആയിട്ടുള്ള, പിന്നെ മോയ്സ്ചറൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സ്കിന്നിന്, ഇതൊക്കെയാണ്. പിന്നെ നന്നായി ഫ്രൂട്ട്സൊക്കെ കഴിക്കുക, അതായത് വിറ്റമിൻ സി ഉള്ളത്, വിറ്റമിൻ എ ഉള്ളത്, അങ്ങനെയൊക്കെ. ഓക്കെ, നന്നായിട്ട് എടുക്കുക. പിന്നെ വാട്ടറി കണ്ടൻറ്റ്, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വാട്ടർ മെലണ്, പിന്നെ കോക്കനട്ട് വാട്ടർ, ടെൻഡർ കോക്കനട്ട് വാട്ടർ, ഇളനീരെന്ന് പറയല്ലോ, അത് എല്ലാം എടുക്കാവുന്നതാണ്. നന്നായി ഹൈഡ്രേറ്റിംഗ് ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ സ്കിന്ന് ഇനിയും നന്നായി ഫ്രഷായിട്ട് യങ്ങായിട്ട് ഇരിക്കും. ഓക്കെ, പിന്നെ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ടും ഇരിക്കാൻ ഇത് സഹായിക്കുന്നതാണ്. ഓക്കെ, നോർമലി. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്സ് വേണം തിരഞ്ഞെടുക്കാൻ. അതായത് ടോണർ ആവാം, ക്ലെൻസർ ആവാം, മോയ്സ്ചറൈസർ ആവാം, ഫേസിൻ്റെ മോയ്സ്ചറൈസർ, അങ്ങനെ
ഫോർ ഡ്രൈ സ്കിൻ എന്ന് തന്നെ വരും. അപ്പോൾ അത് കണ്ടെത്തിയിട്ട് നിങ്ങളത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ നോക്കുക. ഓക്കെ. അടുത്തതായിട്ട് പറയാനുള്ളത് സെൻസിറ്റീവ് സ്കിന്നാണ്. സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആദ്യം അറിയേണ്ടത് എല്ലാ ടൈപ്പും പ്രോഡക്ട്സ് മുഖത്തിൽ തേക്കാൻ പാടില്ല. അത് സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഓക്കെ. ചില പ്രോഡക്ട്സ് ഒന്നും മാച്ച് ആവില്ല. അപ്പോൾ നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ചൂസ് ഹെർബൽ പ്രോഡക്ട്സ്, അതായത് മുൾത്താനി മിട്ടി ആവാം, പിന്നെ ഇത് ആലോവേറ ജെല്ലാവാം. ഓക്കെ. പിന്നെ കുക്കുംബർ ജ്യൂസ്, അതായത് ഞങ്ങൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നോർമലി കുക്കുംബർ ജ്യൂസ് എടുക്കുക, ക്യാരറ്റ് ജ്യൂസ് എടുക്കുക, ഇങ്ങനെയൊക്കെ ആണ് ചെയ്യേണ്ടത്. പിന്നെ നല്ലോണം വെള്ളം കുടിക്കണം ഇതിലും. ഓക്കെ. പിന്നെ വൈറ്റ് പാച്ചസ്, പിന്നെ ചില ഡാർക്ക് സർക്കിൾസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില ക്രീംസ് കിട്ടും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തടവിട്ട് നിങ്ങൾക്ക് കെയർ എടുക്കാവുന്നതാണ്. നോർമലി ആലോവേറ ജെല്ലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേ ടൈം ഇല്ലെങ്കിൽ ഈവനിങ് ടൈം ഇങ്ങനെ തടവിട്ടും ജസ്റ്റ് മസാജ് ചെയ്ത് വിടുക. ഓക്കെ. ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ തടവാൻ പറയും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ എന്നും ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫേസ് വാഷ് തിരഞ്ഞെടുക്കുമ്പോൾ, പിന്നെ മുടിക്കൊക്കെ ഷാംപൂ, ഇങ്ങനെ ചില സ്കിന്നിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ. ഫേസ് വാഷ്, ടോണർ, മോയ്സ്ചറൈസർ ഇങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് കിട്ടും. അത് വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഹെർബൽ പ്രോഡക്ട്സ് തന്നെ അതിലും ചൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതിലും നന്നായി വെള്ളം, ഹൈഡ്രേറ്റാണ് എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നിനും നല്ല ഒരു റെമഡി ആയിട്ട് പറയാനുള്ളത്. ഓക്കെ. പിന്നെ അടുത്തതായി പറയാനുള്ള ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിൻ ആകുമ്പോൾ എന്ത് തേച്ചാലും തന്നെ ഓയിലി ആയിട്ട് എണ്ണമയം എപ്പോഴും ഉണ്ടാവുന്നതാണ്. സെബം പ്രൊഡക്ഷൻ ഒരുപാടുണ്ടാവും. അപ്പോൾ ഓയിൽ കൺട്രോളിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, അതായത് സൺസ്ക്രീൻ ആവാം, പിന്നെ ഓയിൽ കൺട്രോൾ ഫേസ് വാഷ് ആവാം. ഇപ്പോൾ പല രീതിയിലുള്ള ബ്രാൻഡ്സിൻ്റെയും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഓക്കെ. അപ്പോൾ അതിലത്തെ നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക, ബ്രാൻഡഡ് ആയിട്ടുള്ളത് വേണം. പിന്നെ എക്സ്ട്രാ കെയർ എടുക്കണം ഓയിലി സ്കിന്നുള്ളവർ. പിന്നെ കയ്യിൽ എപ്പോഴും ടിഷ്യൂസ് ക്യാരി ചെയ്യണം. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ എപ്പോഴും നന്നായിട്ട് ആ ഒരു ഓയിൽ കണ്ടൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായി വെള്ളം കുടിക്കണം. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ എക്സ്ഫോലിയേറ്റ് ചെയ്യണം. ആഴ്ചയിൽ ഒരിക്കൽ മതി. പിന്നെ മന്ത്ലി വൺസ് മാത്രം മതി. ഓക്കെ. പിന്നെ ഓയിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാടൊന്നും ക്രീമി ടെക്സ്ചറായിട്ടുള്ള പ്രോഡക്ട്സ് ഒന്നും എടുക്കരുത്. അതായത് ക്രീമി ആയിട്ടുള്ള ഒരു നൈറ്റ് ക്രീം ആവാം, പിന്നെ മോയ്സ്ചറൈസർ ക്രീം ആവാം, ഫേസ് ക്രീം ആവാം, അങ്ങനെ ഏതും ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ. ഓയിൽ കൺട്രോളിംഗ് ആയിട്ടുള്ള ക്രീംസ് കിട്ടും. ഓക്കെ. അങ്ങനത്തതാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ അടുത്തത് പറയാനുള്ളത് ആക്നെ പ്രോൺ സ്കിൻ ഇല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുമല്ലോ. അവരെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഡ്രൈ ഉണ്ടാവും, നടുവിൽ മാത്രം ഓയിലി ആയിട്ടുണ്ടാവും. ഈ നെറ്റി ഭാഗം, മൂക്കിൻ്റെ ഭാഗം, അങ്ങനെയൊക്കെ ഓയിലി ആയിട്ടുള്ള ഷൈനിങ് ആയിട്ടുണ്ടാവും എപ്പോഴും സ്കിന്ന്. ഇവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ട്വൈസ് നിങ്ങൾ ഫേസ് വാഷ് ചെയ്ത് എടുക്കുക. പിന്നെ വീക്ക്ലി വൺസ് എക്സ്ഫോലിയേറ്റ് ചെയ്യണം. പിന്നെ നന്നായി എപ്പോഴും ഇത് ഇൻഫെക്ഷൻസ് കുറയ്ക്കാനും സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ മാറ്റാനും ഹെൽപ്പ് ചെയ്യാനും നന്നായി വെള്ളം കുടിക്കണം. പിന്നെ
ഫ്രൂട്ട് ജ്യൂസ് നന്നായി കുടിക്കണം. പിന്നെ ഫ്രൂട്ട്സ് നന്നായി ഫ്രഷ് ഫ്രൂട്ട്സ് സീസണൽ ഫ്രൂട്ട്സ് എന്ത് കിട്ടുമോ അത് നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാം ഇൻക്ലൂഡഡ് ആവും ഇതിൽ. പോമോഗ്രനേറ്റ്, ബനാന, ഗ്വാവ ഇങ്ങനെ. ഓക്കെ, പിന്നെ ആപ്പിൾ എടുക്കാം, ഓറഞ്ച് എടുക്കാം. ഓക്കെ, പിന്നെ കിവി അത് കിട്ടിയാൽ ഓക്കെ, അത് ഓപ്ഷണലാണ്, അത് തിരഞ്ഞുകൊണ്ട് പോവേണ്ട ആവശ്യമില്ല. ഓക്കെ, വീഡിയോയിൽ എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ തരേണ്ട ആവശ്യമില്ല. കിട്ടിയാൽ അതൊന്ന് അത് ആഡഡ് അഡ്വാൻറ്റേജ് ടു ദ സ്കിൻ. ഓക്കെ, കിവിയുടെ ജ്യൂസ് പിന്നെ സലാഡൊക്കെ ഇട്ടിട്ട് കഴിക്കാറുണ്ട്. ഓക്കെ, അതൊക്കെ ഹെൽപ്ഫുള്ളാണ് സ്കിന്നിന്. ഓക്കെ, പിന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം. പിന്നെ ഷൈനിങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ആക്നെ ഒന്നും ഇല്ലാണ്ട്, പിമ്പിൾസ് ഒന്നും ഇല്ലാണ്ട് നന്നായി ഞങ്ങളുടെ സ്കിന്ന് കെയർ ചെയ്യാൻ നോക്കേണ്ടതാണ്. പിന്നെ ഇവിടെ സ്കിൻ കെയർ എന്ന് ചെയ്യുമ്പോൾ ഇവിടെ ലേസിനെസ് പാടുള്ളതല്ല. ഓക്കെ, സോ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ, മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ്. ഓക്കെ, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നിങ്ങൾ അറിയുക. പിന്നെ സിമ്പിളാണ്, ഒരു ടിഷ്യൂ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് എടുക്കുക. അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക, ടിഷ്യൂ മാറ്റിയിട്ട്. അതിൽ ഒരുപാട് ഓയിലി ടെക്സ്ചർ ഉണ്ടെങ്കിൽ നല്ല ഓയിൽ കാണപ്പെടും. അത് ഓയിലി സ്കിന്നെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ചിലവിടെ ഓയിൽ, ചിലവിടെ ഡ്രൈ ഉണ്ടെങ്കിൽ ടിഷ്യൂവിൽ അതങ്ങനെ കോമ്പിനേഷൻ സ്കിന്നെന്ന് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ ഇനി ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കിയാൽ തന്നെ ഒന്നുമേ ഉണ്ടാവില്ല, അത് നോർമൽ സ്കിന്നാണെന്നാണ് പറയാറ്. അതിൽ എല്ലാം പ്രൊപ്പോർഷനായിട്ടിരിക്കും. അതായത് ഓയിൽ പ്രൊഡക്ഷനും കറക്റ്റ് ഉണ്ടാവും. പിന്നെ വാട്ടറി കണ്ടൻറ്റ്, അതായത് ശരീരത്തിന് ഇവിടെ ഫേസിൻ്റെ സ്കിന്നിന് എങ്ങനെയൊക്കെയാണ് കിട്ടേണ്ടത്, ന്യൂട്രിയൻസ് ആവട്ടെ, വെള്ളത്തിൻ്റെ അംശമാവട്ടെ, ഞങ്ങൾ എന്ത് ഇൻടേക്ക് കഴിക്കുന്നോ അത് സ്കിന്നിൽ കാണുമല്ലോ. ആസ് എ മിറർ എന്ന് പറയുമല്ലോ, അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് നോർമലായിട്ട് ഒരേ പ്രൊപ്പോർഷനിൽ സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഇനി എക്സ്ട്രാ സ്കിൻ കെയർ ടിപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എപ്പോഴും നിങ്ങൾ ഒരുപാടൊന്നും മേക്കപ്പ് ഇടാൻ പാടില്ല. മേക്കപ്പ് ഇട്ടാൽ തന്നെ നൈറ്റിൽ റിമൂവ് ചെയ്യാൻ നോക്കുക. അതായത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ വെച്ച് നിങ്ങൾക്ക് മേക്കപ്പ് മാറ്റാവുന്നതാണ്. ഇല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ജസ്റ്റ് എക്സ്ഫോലിയേറ്റ് ചെയ്തിട്ട് വിട്ടേക്കുക. അത് ജസ്റ്റ് ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് കളയാവുന്നതാണ്. ഓക്കെ, നൈറ്റ് മാത്രം മേക്കപ്പ് എല്ലാം മാറ്റിയിട്ട് ഫ്രീ ആയിട്ട് അത് ശ്വസിക്കാൻ വിടുക. ഓക്കെ, ആ ഒരു എയർ സർക്കുലേഷൻ വേണം. നമ്മൾ ഇത് സ്കാൽപ്പിനും മുടിക്കൊക്കെ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുമല്ലോ, അതേപോലെ തന്നെ ഫേസും സ്കിന്നിനും ഒക്കെ ബ്ലഡ് സർക്കുലേഷൻ കിട്ടണം. പിന്നെ വേണ്ട ന്യൂട്രിയൻസൊക്കെ കിട്ടാൻ വേണ്ടി എയർ സർക്കുലേഷൻ ബ്രീത്ത് ചെയ്യണം ഞങ്ങളുടെ സ്കിൻ ഫ്രീ ആയിട്ട്. ഓക്കെ, അതിന് വേണ്ടി നന്നായി വെള്ളം കുടിക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം നീറ്റായി ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. പിന്നെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ, ആവുന്നത്ര ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.